എല്ലാവർക്കും നമസ്കാരം. തലവടി ഉപജില്ലയിലെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ളവരെ ആദരിക്കുന്നതിനായി തലവടി AEO ശ്രീ സന്തോഷ് കെയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സമാദരം 2025 എൻ്റെ എല്ലാവിധ ആശംസകളും. താങ്ക് യു. പ്രിയമുള്ളവർ, ഇത്തവണ മാർച്ച് 14 തീയതിയാണ് നമ്മുടെ സമാദരം പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്ന തലവടി സബ് ജില്ലയുടെ AEO സന്തോഷ് സാറിൻ്റെ വിരമിക്കൽ ചടങ്ങ് കൂടി നമ്മൾ ആഘോഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് ലൈഫിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഒപ്പം സമൂഹത്തിലെ നിരവധി മേഖലകളിൽ കഴിവ് തെളിയിച്ച ഒട്ടനവധി ആളുകളെ ആദരിക്കുന്ന ഈ പരിപാടിക്ക്, സമാദരം എന്ന പരിപാടിക്ക്, എൻ്റെ ഊഷ്മളവും ഹൃദ്യവുമായ എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു. ഖസാക്കിൻ്റെ ഇതിഹാസം വായിച്ചവരായിരിക്കും ബഹുഭൂരിപക്ഷം. അതിൻ്റെ 85-ാമത്തെ പേജിൽ ആ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ഓരോ അടരുകളും നമ്മുടെ മനസ്സിനെ സ്പർശിക്കുന്നതാണ്. എന്നെ സ്പർശിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു. 85-ാമത്തെ പേജിൽ വിജയൻ്റെ ഭാഷയിലല്ല, ഞാൻ എൻ്റെ ഭാഷയിൽ പറയാം. 2 ജീവബിന്ദുക്കൾ യാത്രയാവുകയായി. ആ 2 ജീവബിന്ദുക്കളുടെയും യാത്രയിൽ ചിതലിമലയുടെ താഴ്വാരത്തിൽ വെച്ച് അവർ വേർപിരിയാൻ തീരുമാനിച്ചു. പറയുന്നു, ഗോപിയച്ചന് കൊടുക്കുന്ന പുസ്തകത്തിൽ ഞാൻ ആദ്യം വെച്ചിരിക്കുന്ന ആളാണ് ഖസാൻ സർവീസ്. വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തൻ്റെ അപ്പനോടൊപ്പം പള്ളിയിലെ പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നു. ആ പോകുന്ന സമയത്ത് അപ്പൻ ഭയങ്കര സ്ട്രെസ്ഡായി. എന്തൊക്കെയോ വിഷമതകൾ അപ്പനെ വല്ലാതെ അലട്ടുന്നുണ്ട്. ഈ അലട്ടലിൽ എന്താണെന്ന് കുഞ്ഞിനറിയില്ല. ഖസാൻ സർവീസ് വളരെ കുഞ്ഞാണ്. നടന്നൊരു മലയുടെ മുകളിലെത്തിയപ്പോൾ അവിടെ ഒരു ആൽമണ്ട് ട്രീ, ഒരു ബദാം മരം ഇങ്ങനെ നിൽക്കുന്നു. അതിൻ്റെ മുന്നിൽ ചെന്ന് നിന്ന അപ്പൻ പറഞ്ഞു, സിസ്റ്റർ, സ്പീക്ക് മീ അബൌട്ട് ഗോഡ്. അങ്ങും അതുപോലെ ധ്യാനം ശ്രമിച്ച സാധാരണ ഇടവക്കാർക്ക്
പിന്നീട് അവർ പറയുകയുണ്ടായി, വളരെയധികം കാര്യങ്ങളൊന്നും അച്ഛൻ്റെ ആ വാക്കുകളിൽ നിന്ന് ആൻസി ഇവിടെ പറഞ്ഞതുപോലെ എല്ലാവർക്കും എല്ലാവരും മനസ്സിൽ ചേർത്തു നിർത്തുന്ന ഒരു കാര്യം. ആചാരങ്ങളുടെ പരിവേഷങ്ങൾ അഴിച്ചു വെച്ച് നിസ്സാരതകളോടും ചെറുതുകളോടും ഒപ്പം നിൽക്കുന്ന ആത്മീയ ആചാര്യൻ ഫാദർ ബോബി ജോസ് കട്ടിക്കാരൻ. തോറ്റവരുടെയും ഉന്മാദികളുടെയും ഏകാദികളുടെയും സൗഹൃദ വലയത്തിനുള്ളിൽ നിൽക്കാനായിരുന്നു അച്ഛനിഷ്ടം. അനിതര സാധാരണമായ വ്യക്തിപ്രഭാവത്താലും രചനാശൈലിയാലും അനുവാചക മനസ്സുകളിൽ ഇടം പിടിച്ച മലയാളത്തിന്റെ പ്രിയ സമാധാനം എന്നതന്നെയാണ് നമ്മൾ അർത്ഥമാക്കുന്നത്. അന്തരീക്ഷത്തിൽ ആ വാക്കുണ്ട് റെസ്പെക്ട്. അത് വളരെ സ്വാഭാവികമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. റെസ്പെക്ട് ഈ രണ്ടാമത്തെ കാണുന്നത് എന്തിനേയും ഇങ്ങനെ രണ്ടാമത്തെ നോക്കുമ്പോൾ കൈകൂട്ടി പോകാനുള്ള കണ്ണു നിറയാത്ത കാരണമുണ്ട്. ഈ കവിതയൊക്കെ ജീവിതത്തിൽ നമ്മൾ വായിച്ചിരുന്നതാണ്. നെയ്ത്താനുള്ള നന്ദിയിലെ കമ്പവും സജീവമാക്കും തെല്ലും മാറിയാണ് ഇയാളെ നെയ്ത്തുശാല. അവിടേക്കുള്ള തിരിവിലേക്ക് ആരെങ്കിലും ഒരാൾ രക്ഷപ്പെടുമ്പോൾ കവിൽ നെയ്ത്ത് അവസാനിപ്പിക്കും. എന്നിട്ട് അടുത്ത് നിന്ന് നല്ല കൈക്ക് പിടിച്ച് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരും. കാല് കഴുകും. അതകത്തേക്ക് വരും. രാമൻ അകത്തേക്ക് വേണം. രാമന് എന്താണ് ആവശ്യം? രാമ ഇതിന് ഇരയടുപ്പം കൂടുതലാണ്. രാമ ഇത് കുത്തിക്കഴിയുമ്പോൾ സൂക്ഷിക്കണം. ഒന്നയാളെ അഡ്രസ് ചെയ്യുന്ന വാക്കാണ് രാമ. ഇറ്റ് മീൻസ് ഭഗവാൻ. മടങ്ങി പോകുമ്പോൾ അങ്ങേറ്റം വരെ പോകും. അവിടെ മനുഷ്യർക്ക് തിരിഞ്ഞോക്കാൻ പേടിയാണ്. കാരണം തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ അപ്പോഴും കാണാം ഈ മനുഷ്യൻ, ഈ ശ്രീലാനുള്ള മനുഷ്യൻ നിൽക്കുന്ന കണക്കിന് കയ്യിൽ കപ്പി അയാൾക്ക് മുമ്പിൽ നമ്മൾ തിരിഞ്ഞതാണ്. ഇതുമാത്രം തരത്തിൽ കുഞ്ഞു പോകുന്ന രാഷ്ട്രീയങ്ങൾ അഭിനയിക്കേണ്ടി വരുന്ന മനുഷ്യനാണുള്ളത്. കുഞ്ഞുങ്ങളെ പോറ്റാൻ വേണ്ടി എന്തുമാത്രം കുഞ്ഞു നിൽക്കേണ്ടി വരുന്ന മനുഷ്യനാണുള്ളത്. ഇതൊക്കെ അപൂർവം ചെല്ലിടാനുള്ള നിങ്ങൾക്ക് ഇങ്ങനെ നേരെ നിൽക്കാനുള്ള ധൈര്യം ഉണ്ടാവും. ആ ധൈര്യത്തിൻ്റെ സന്തോഷത്തിൻ്റെ കാര്യമുണ്ട് റെസ്പെക്ട്, റീസ്പെക്ട്. രണ്ടാമത്തെ കാണുമ്പോൾ ഈ മുമ്പിലിരിക്കുന്ന ആളല്ല, കാരണം നടന്നു വന്നൊരു വഴിത്താരനാണ്. എന്തുമാത്രം അകഞ്ഞ ഒരാൾ, എന്തുമാത്രം ഉലഞ്ഞ ഒരാൾ, എന്തുമാത്രം ചിതറിപ്പോയ ഒരാൾ, എന്തുമാത്രം ദുഃഖിതനായ ഒരാൾ. ഒരാളെ നോക്കുമ്പോൾ അയാളുടെ പിന്നിലെ അയാൾ ചവിട്ടി വന്ന ആ ഒറ്റയടി പാത കാണുന്നിരിക്കുന്ന വാക്കാണ് പുസ്തകം. 40 കുട്ടികൾ നേടുകൊണ്ടിരിക്കുന്നു.
ഉറങ്ങിപ്പോകുന്ന കുട്ടിയെ പുറത്തേക്ക് വിടാനൊന്നും എളുപ്പമാണ്. പക്ഷെ അത് നോക്കിക്കഴിയുമ്പോൾ തലേന്ന് നന്നായിട്ട് കഴിക്കാത്തൊരു വീട്ടിലെ കുട്ടിയാണെങ്കിൽ ഇവിടുത്തെ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന വരാനുണ്ട് പ്രശ്നം. തലേന്ന് കഴിക്കാത്ത കുട്ടി ചുരുകൂടി കിടന്നാൽ മതി വീട്ടിൽ. എന്നിട്ട് ഈ പുസ്തകമൊക്കെ എടുത്തുകൊണ്ടുപോകാൻ രാവിലെ വരുന്നില്ല. ആരെ നോക്കിയാലും അയാളുടെ പിന്നിലായിട്ട് ഇങ്ങനെ ഒരു അയാൾ നടന്നു വന്ന പാത വാക്കാണ് പ്രശ്നം. എല്ലാവരും നോക്കാൻ പറ്റണം. പൊതുവെ സാമുദായികമായ എല്ലാ ഒത്തുചേരലുകളെ കുറിച്ച് എനിക്ക് പേടിയുണ്ട്. സിദ്ധാന്തർ പറയുന്ന കണക്ക് സംഘങ്ങൾ ഹിംസയുടെ വയലാണ്. എല്ലാ സംഘങ്ങളും ഒരു പൊട്ടൻഷ്യൽ ഹിംസ നടക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ സാമുദായികമായ ഒത്തുചേരലും ഞാൻ ഭയപ്പാട് വരാൻ വേണ്ടിയിട്ടില്ല. തിരഞ്ഞെടുപ്പും നാട്ടമ്പലങ്ങൾക്ക് ശേഷം കാണ്ടൊക്കെ KPMS ബോർഡ് കാണുമ്പോൾ എനിക്ക് സന്തോഷം കിട്ടും. അതിന് കാരണം നമ്മുടെ കുട്ടനാട്ടിലാണ് ഈ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയുമായിട്ട് നമുക്ക് ചില പരിചയങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ചെറിയ പ്രായത്തിൽ അവരെ വിളിച്ചുകൊണ്ടിരുന്നത് കല്യാണം എന്ന് പറയുന്നൊരു വാക്കിലേക്ക് മാറ്റിയെടുക്കുന്നതാണ് KPMS. കേരളത്തിൻ്റെ ചെയ്യുന്ന കാര്യം അങ്ങനെ തൊടാതിരിക്കുക, സ്പർശിക്കാതിരിക്കുക, ഇടപെടാതിരിക്കുക. പെല്ലിനാണ് നാട്ടിൽ വിളിച്ചുകൊണ്ടിരുന്നത്. ഒരു കാരണവും നമ്മളെ തിരുത്തി പെട്ടെന്ന് ദിവസം അതിൻ്റെ അഴുക്ക് തിരിച്ചിരിക്കുകയാണ്. കുടിയാണ് കുടുംബം വെച്ചാൽ നെല്ല ദശനിക്ക് മാനവികയാണ്. മനുഷ്യത്വത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തമായിരുന്നു നെല്ലെന്ന് പറയുന്നത്. നമ്മൾ വെജിറ്റേറിയൻസാണ്, നോൺ വെജിറ്റേറിയൻസാണ് തർക്കം നടക്കുന്നത്. നമ്മൾ രണ്ടുമല്ല, നമ്മൾ ഫ്രൂട്ടേറിയൻസാണ്. പഴമായിരുന്നു മനുഷ്യൻ്റെ ഒരു സിസ്റ്റത്തിന് വേണ്ടി നൽകപ്പെട്ടത്. പഴത്തിൻ്റെ പ്രശ്നം ആ സീസണാണ്, ചില വിധത്തിലും ഉണ്ടാകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലായിരുന്നു ശേഷം നെല്ല്. ഇത് കണ്ടെത്തിയ, അതിനെ നിലനിർത്തിയ, ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമൂഹത്തിൻ്റെ പേരാണ് കുലത്തിൻ്റെ ഉടമ. കണ്ടപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി വലിയ വാട്ടുകളൊക്കെ പറയുന്നുണ്ട്. മാട്ടപ്പൊട്ടുമ്പോൾ ഇങ്ങനെ കുട്ടികളുടെ കഥയൊക്കെയുണ്ട്. പക്ഷേ അതിനകത്തൊന്നും ഈ പറഞ്ഞ വാക്കിൽ തിരിച്ചു പിടിച്ചില്ല. കുലത്തിൻ്റെ ഉടമയാണ്. അപ്പോൾ മുമ്പിൽ നിൽക്കുന്ന ഒരു കർഷക തൊഴിലാളിയുടെ മുമ്പിൽ നമുക്ക് നമസ്കരിക്കാൻ തോന്നുന്നു. അന്നം തന്നെയാണ്, നിലനിൽപ്പ് തന്നെയാണ്. മനുഷ്യർക്ക് പിന്നിൽ, ഗോത്രങ്ങൾക്ക് പിന്നിൽ, സമൂഹങ്ങൾക്ക് പിന്നിൽ ഒന്ന് പുറകോട്ട് നോക്കുമ്പോൾ അവർ ചവിട്ടി വന്ന വഴിത്താര കാണുന്ന വീട്ടിലെ വാക്കാണത്. നല്ല വാക്ക് പറയാനാണ് നമ്മുടെ കൂടിയിരിക്കുന്നത്. നല്ല വാക്ക് ഓർമ്മൊക്കെയുള്ള ഒരു പ്രാർത്ഥനയൊക്കെ പണ്ടിരിക്കുന്ന സ്കൂളിലുണ്ടായിരുന്നു. അതൊരു നടക്കുന്നുള്ളൂ. അതാണ് നടക്കേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നത്. പലപ്പോഴും നല്ല വാക്ക് കേൾക്കാതെ നമ്മൾ ഉറ്റവർ ഇങ്ങനെ കടന്നു പോകുന്നു. ഞാൻ ഓക്കെയാണ്. പലപ്പോഴൊക്കെ ചിലപ്പോൾ വീടുകളിലെത്തി ഭക്ഷണത്തിന് വിളിക്കും. സ്വാഭാവികമായിട്ട് കഴിയുമ്പോൾ ആ വീട്ടിലെ സ്ത്രീയോട് ചെന്നിട്ട് പറയും, നല്ല ഭക്ഷണമായിരുന്നു. ഇതിനേക്കാൾ നല്ല ഭക്ഷണം ഏറ്റവും കൂടുതൽ കാലം വിളമ്പി ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം ഒരുക്കിയ ഒരു സ്ത്രീ നല്ല വാക്ക് കേൾക്കാൻ നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങിപ്പോയത് നമ്മുടെ അമ്മയാണ്. നല്ല വാക്ക് കേൾക്കുകയില്ല. നല്ല വാക്കുകൾക്കും ഇതിൽ ഒത്ത് നിലനിർത്തിയൊരു സമൂഹമായിരുന്നു. നല്ല വാക്കുകൾ നമ്മൾ പരസ്പരം പറഞ്ഞിട്ടില്ല. അത്തരം ചില കെട്ടുകളൊക്കെ ഇങ്ങനെ വളരെ ഓർഗാനിക്കായിട്ട് പൊട്ടിച്ചു കളയുന്നൊരു വേദിയായത് നമ്മൾ നല്ല വാക്കാണ് പറയുന്നത്. നല്ല വാക്കിൻ്റെ സുഹൃതം കിട്ടാതെ എത്ര പേരാണ് ഇങ്ങനെ കൂലിപ്പിടിച്ച് ഇങ്ങനെ തെക്കോട്ടോ വടക്കോട്ടോ കയറിപ്പോയത്. നല്ല വാക്ക് ഞങ്ങളുടെ സമൂഹത്തെ ആലോചിച്ച മനുഷ്യൻ്റെ പേര് അസീസിലെ കാണിച്ചതാണ്. ഇവർ നല്ല വാക്കിൻ്റെ ആചാരനായിട്ട് കഴിക്കപ്പെടുന്നത്. ഒരു കുട്ടി ഒരു മെഡിക്കൽ ഉറപ്പുള്ള കുട്ടിയാണ്. അതിന് മുമ്പ്
മരിക്കുന്നതിന് മുമ്പായിട്ട് ഈ കുട്ടി വന്ന് ഈ ആചാര്യനെ കാണിക്കാമെന്നപ്പോൾ അമ്മ കൊണ്ടുവന്നാണ്. ആ കുഞ്ഞിങ്ങനെ എടുത്തിട്ട് ഒരു നല്ല വാക്ക് പറഞ്ഞു, മോനെ ബന്ധുവേ, എൻ്റെ അർത്ഥം നല്ലത് ഭവിക്കട്ടെ. ആ സെക്കൻഡ് തൊട്ട് കുട്ടിക്ക് സൗഖ്യം കിട്ടി. പിന്നീട് അമ്മ കുട്ടിയെ ബാപ്റ്റൈസ് ചെയ്യുമ്പോൾ കുട്ടിക്കിട്ട പേര് അതേ പേര് തന്നെയായിരുന്നു, ഗുണമിച്ചു. ജീവിതത്തിൽ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകുന്നത് പണ്ഡിതനായ മനുഷ്യനാണ്. അദ്ദേഹം മൊബൈലിൽ എത്തുകയും ജ്ഞാനത്തിൻ്റെ ഒരു വലിയ മെറ്ററായിട്ട് ഇങ്ങനെ മാറിയ മനുഷ്യനാണ് ഗുണമിച്ചു. വാക്കുണ്ടാക്കുന്ന വ്യത്യാസം ഒരു ബ്ലസ്സിംഗ് എന്ന് പറയുന്നത് ഈ വിദ്യാലയത്തിൽ തന്നെ അനക്സാണ്. ഈ പള്ളിക്കൂടമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബ്ലസ്സിംഗ് ആയിട്ടുള്ളത്. 1000 പണികളുടെ ഇടയിൽ നമ്മുടെ വീടിനകത്തൊന്നും ആരും നേരെ നടത്തിയിട്ടില്ല. അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു എന്ന മട്ടിൽ ജീവിച്ചിരുന്ന വീടുകളായിരുന്നു നമുക്കുണ്ടായിരുന്നത്. കാര്യം ഇങ്ങനെ ബുദ്ധിമുട്ടില്ലെന്നൊക്കെ ഉള്ളായിരുന്നു. പക്ഷേ കുട്ടികൾ എന്ന് പറഞ്ഞൊരു കാര്യം ഉള്ളതായിട്ട് നമ്മുടെ വീടുകളെല്ലാം അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഇങ്ങനെ മഴയത്തൊക്കെ ചില പാഴ്ചകൾ വളർന്നതിനകത്ത് കാര്യമായി ശ്രദ്ധയോ പരിഗണനയില്ല നമ്മുടെ വീടിനകത്ത് വളർന്നു. അതിനെയൊക്കെ പിന്നീട് കോംപ്ലിമെന്റ് ചെയ്യുന്ന പള്ളിക്കൂടാണ്. ഏറ്റവും ചെറിയ കാര്യങ്ങൾക്ക് പുലർത്താൻ നിന്ന് ഒരു മിഠായി കൊടുത്തും ഒക്കെ. അപ്പോൾ ഇതിൻ്റെ സംസ്കാരത്തിൽ നടക്കുന്നുണ്ട് ബ്ലസ്സിംഗ്. പ്ലസ് ഒന്നിനും വേണ്ടിയല്ല. ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, എന്തിനാണ് നമ്മളൊരു പ്രത്യേക ഇടത്തിൽ ഇങ്ങനെ പ്ലസ് എന്ന് പറയുന്നത് വലിയൊരു അനുഭൂതിയാണ്. ഈ കോടിക്കണക്കിന് മനുഷ്യർ വരുന്നത് ഒക്കെ കുളിക്കാനാണ്. അനുഷ്ഠാനങ്ങളും ആചാരങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉണ്ടാകും. പക്ഷെ അത്ര പ്രധാനപ്പെട്ടതായിട്ട് പലരും കണക്കാക്കുന്നതെന്ന് തോന്നുന്നു. അത് മനുഷ്യർ ഇത് കുളിച്ചു വരാനുള്ള ഒരു ഇടം എന്ന് പറയുന്നതാണ്. എത്ര കോടി മനുഷ്യർ ഇങ്ങനെ ശുദ്ധീകരിച്ച കാര്യമാണ്. തിരിച്ചു വരുമ്പോൾ ഒന്നും ഓർമ്മയില്ല. ആൾക്കൂട്ട ഓർമ്മയില്ല, കോരകളുടെ ഓർമ്മയില്ല, നാഗസന്യാസികൾ ഓർമ്മയില്ല, അകപ്പാടുള്ള ജന്മം മാറും. അപ്പോൾ അതിൻ്റെ ഓരത്തിങ്ങനെ ഇരിക്കുമ്പോൾ കണ്ണാടി തുടങ്ങിയിട്ടുണ്ട്. ദീപങ്ങളൊക്കെ ഇങ്ങനെ കടലിലൂടെ കൊണ്ടു വരുന്നു. അവിടെ നോക്കിയാൽ ത്രിവേണി സംഗമം കാണാം. ആ തിരക്കുകൊണ്ട് അങ്ങോട്ട് പോയില്ല, പോകണമെന്ന് വിചാരിച്ചിട്ടില്ല. ഇതെല്ലാം ഒന്നിൻ്റെ തന്നെ ഭാഗമാണെന്ന് കരുതി വെറുതെ ഇങ്ങനെ ഉരുപ്പിട്ടിരിക്കുമ്പോൾ ത്രിവേണി തന്നെ ഒന്ന് ചേരുന്നുണ്ട്. പക്ഷെ മൂന്നാമത്തെ നദി സങ്കല്പ നദിയാണ്. അത് വെച്ച് നദിയാണ്. ഇതൊന്നും മനുഷ്യഭാവനയ്ക്ക് ഇതിനേക്കാൾ വലിയ അറ്റസ്റ്റേഷൻ പറയുന്നു. ഇതിനൊന്ന് സങ്കല്പത്തിലുണ്ട്. ആ സങ്കല്പത്തിൽ അതിനെക്കുറിച്ചാണ് പ്രയാഗി രൂപപ്പെടുന്നത്. ആ സങ്കല്പത്തിൽ നിന്നൊക്കെ പേര് സരസ്വതി എന്നാണ്, ജ്ഞാനത്തിൽ നദിയാണ്. ജ്ഞാനം ഇങ്ങനെ മനുഷ്യനുണ്ടാക്കിയെടുക്കുന്ന സങ്കല്പ നദിയാണ്. അതിനകത്ത് ശുദ്ധീകരിക്കുന്നുണ്ട്, അതിനകത്ത് തണുപ്പ് കിട്ടുന്നുണ്ട്. അപ്പൊ അവിടെ ഇന്ന് ഞാൻ ഓർത്തത് അധ്യാത്മികതയെ സ്നേഹിക്കപ്പെട്ട് ഞാൻ പറയാനാണ് ആഗ്രഹിച്ചത്. ഒരു 15 വർഷം മുമ്പ് ഞങ്ങളൊരു സ്നേഹിത കടന്നു പോയി. അവരൊന്ന് ഓർമ്മിച്ചിട്ട് ഈ അത് അധ്യാപകർ ആണ് കൂടുതൽ നിലനിർത്തുന്ന ഞാൻ വിദ്യാലയത്തിൻ്റെ പരിസരങ്ങളിൽ ഞാൻ കർമ്മമായിട്ട് എടുത്തവരാണ് ഞാൻ വിചാരിക്കുന്നു. അവരൊന്ന് പറയണം തോന്നുന്നു. ഒരു മെയിൻ പ്ലാൻ ചെയ്ത് വിളിച്ചിട്ട് പറയുന്നു, കോട്ടയത്ത് അമ്മ ഇങ്ങനെ ഡെലിപ്പിനായിട്ട് കിടക്കുന്നു, അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വൈകുന്നേരം അമ്മയുടെ വിശേഷം അറിയാനായിട്ട് വിളിക്കുമ്പോൾ ഒരു ഫോൺ കിട്ടുന്നില്ല. മാഗി എന്നാണ് പറയുന്നത്. മാഗി ഫോൺ കിട്ടുന്നില്ല. പിന്നെയും കുറെ കഴിയുമ്പോൾ അമ്മയുടെ ഹസ്ബൻഡ് സാജു വിളിച്ചിട്ട് പറയുന്നു, മാഗിക്ക് ഈ അപകടം കുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാഗിയുടെ നല്ല അമ്മയേക്കാൾ ഭക്ഷണമാണ്. ഇരുന്നത്തേക്ക് മുമ്പേ അമ്മയ്ക്ക് മുമ്പ് അമ്മയെ വിളിച്ചു മാഗി കടന്നു പോവുകയാണ്. നമ്മൾ നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ആരും പച്ചയൊക്കെ ഇറങ്ങിപ്പോയിട്ടില്ല. അപ്പോൾ അതിൽ വലിയ വിഷമമുണ്ട്, സംഘർഷമുണ്ട്. അതിനേക്കാൾ വിഷമം കിട്ടിയ കാര്യം രാത്രിക്കുണ്ടായിരുന്നു. മാഗി കടന്നു പോയ വാർത്ത അറിഞ്ഞ 1 മിനിറ്റിനുള്ളിൽ എന്തോ കാരണം കൊണ്ട് മാഗി അയച്ച സന്ദേശം, അവസാനമായിട്ടായ സന്ദേശം അപ്പോഴാ ഫോണിലേക്ക് വരുന്നത്. ഇതിങ്ങനെയാണ്, ഞാൻ നദിയാണ്, സരസ്വതി,
നീ കാണാൻ കഴിയുള്ളതാണ്. ഞാൻ നദിയാണ്, സരസ്വതി, നീ കാണാൻ കഴിയുള്ളതാണ്. ഈ ഒരു ഗംഗയുടെ തീരത്തിൽ നിന്ന് അവരെ അല്ലാതെ മറ്റാരോട്ടെ 40 വയസ്സുള്ള ഒരു +2 അധ്യാപിക, 3 കുട്ടികളുടെ അമ്മ, വീട്ടമ്മ മടങ്ങി പോകുമ്പോൾ ഒന്ന് വേഗത്തിൽ തിരിഞ്ഞു നോക്കുന്നു. ഇത് അതിനേക്കാൾ വേഗത്തിൽ എഴുതി തീർക്കാനാവുമെന്ന് ഭയന്ന എന്തൊക്കെ എഴുതി വെക്കുന്നു, ടൈപ്പ് ചെയ്യുന്നു എന്നറിയാം. 44 നദിയുടെ കഥയാണ് നമ്മുടെ ഈ ദേശത്ത്. ഈ ജലരാശികളുടെ ഈ സുഹൃത്തുമാണ് ഈ രാജ്യത്ത് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. നദിക്ക് കൈവഴികളെല്ലാം കൂടി ചേർന്നിട്ട് 4 കിഴക്കോട്ടും 40 പടിഞ്ഞാറോട്ടൊക്കെ ഒഴുകുന്നു. എനിക്കിതിനകത്ത് 10-26 നദികളുടെ പേരറിയാം. എന്നിട്ടും ഈ 26 നദികളെ ഓർക്കുന്നതിനേക്കാൾ മുമ്പേ ഞാൻ ആദ്യം ഓർക്കുന്ന പേര് മാഗി എന്നാണ്. മാഗി ഒരു നദിയുടെ പേരാണ്. അന്തരീക്ഷത്തിലെ ഒരു സ്വാതന്ത്ര്യവും സൗഹൃദവും എന്നെക്കൊണ്ടത് നിങ്ങളെ ചലഞ്ച് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഒരു നദിയുടെ നാമമായിട്ട് ഓർമ്മിക്കപ്പെടുന്നു. വലിയ വസ്തുതനെയൊക്കെ ഹരി ഒരു നദിയാണ്, നിഷാദ് ഒരു നദിയാണ്, നീര് ഒരു നദിയാണ്, കബനി ഒരു നദിയാണ്, സരയൂ ഒരു നദിയാണ്. ഇവരുടെ പേര് തന്നെയാണ്. പറയേണ്ട ബാധ്യത തോന്നുന്നു. പിന്നെ ഏകാഗ്രമാക്കിയിട്ട് അവർക്ക് അവസാനിപ്പിക്കാൻ കരുതുക. ഒരു നദിയുടെ നാമമായിട്ട് ഓർമ്മിക്കപ്പെടുകയില്ല. ഒരു ദേശത്തെ ഏറ്റവും ഇരിപ്പുള്ള മനുഷ്യരുടെ ഒരു പട്ടിക ഉണ്ടാക്കുന്നതിൽ നിങ്ങളുണ്ടായിരിക്കുന്നു. പക്ഷേ ഈ വേനലിൽ നമുക്ക് കാണാവുന്ന ഏറ്റവും നല്ല കിനാവാണ്. ഏകദേശം 90 പേരെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ ദേശമാണ് നമ്മൾ പറയുന്ന സ്ഥലം, തലവടി എന്നൊക്കെ പറയുന്നത്. ചെറിയ അതിരാണ്. 300 നദികണക്കുള്ള പുരുഷന്മാരും സ്ത്രീകളും അവരുണ്ടാക്കുന്നൊരു വ്യത്യാസം. കാരണം ഒരു സമൂഹം നിലയിൽ നമുക്ക് കാണാവുന്ന ഏറ്റവും നല്ല സ്വപ്നം അവനവൻ നദിയാണോ ഇല്ല എന്നറിയാനായിട്ടുള്ള ചെക്ക് ലിസ്റ്റ് നമുക്കൊന്ന് കൂടെ കരുതാൻ നല്ലതായിരിക്കും. അത് സൂചിപ്പിച്ച് വെറുതെ ഒന്ന് കൈകൊണ്ട് അവസാനിപ്പിക്കാൻ കരുതുക. ഒരു 6 സൂചനകളാണ്. 1, ഇപ്പോഴും ഒഴുകുന്നുണ്ടോ അതോ നിലച്ചു പോകും. മിക്കവാറും ഇങ്ങനെ നിലച്ചുപോയ മനുഷ്യരെ എന്നും കാണേണ്ടി വരുന്ന ഒരാളെന്ന എനിക്ക് പേടിയുണ്ട്. എപ്പോൾ വേണമെങ്കിലും മനുഷ്യർ നിലച്ചു പോകും. നിങ്ങൾക്കറിയാം, എന്നിട്ട് ഈ 3 വർഷത്തിനിടയിൽ മുറിയിലെ ബൾബ് ഫീസായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. കാരണം എനിക്ക് ബൾബിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഇരുട്ടിരുന്ന് പോയ ഒരാളെന്ന എനിക്ക് പലപ്പോഴും പേടിയാണ്. മനുഷ്യർ ഇരുന്ന് പോയത് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ സുഹൃത്തം ഈ നിലച്ചു പോകാൻ സാധ്യതയുള്ള മനുഷ്യരെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. മുമ്പോട്ട് പോകും. നിങ്ങൾ ക്ലാസ് മുറി തൊട്ടിരിപ്പുണ്ട്. കഴിഞ്ഞൊരു വലിയ സംഭവമുണ്ട്. ഒരു നഗരത്തിന് തീ പിടിക്കുമ്പോൾ ഒരു കുടുംബത്തോട് ഓടി രക്ഷപ്പെടാൻ പറയുന്നു. ഓടുമ്പോൾ കൊടുക്കുന്ന നിർദ്ദേശം ഇതാണ്: തിരിഞ്ഞു നോക്കാൻ പാടില്ല. അയാളത് പാലിക്കുന്നുണ്ട്. പക്ഷെ അയാളേക്കാൾ കൂടുതൽ ഓർമ്മകളിൽ ജീവിക്കുന്ന അവളാണ്. അവൾ തിരിഞ്ഞു നോക്കി അവൾ നന്നായി പോകുന്നൊരു സംഭവമുണ്ട്. നോക്കി നിലച്ചു പോകുന്ന മനുഷ്യനെയുണ്ട്. ഒഴുകിക്കൊണ്ടിരിക്കുക എന്നുള്ള അവസ്ഥയാണ്. പക്ഷെ അതെന്ന നിലയിൽ അതെന്ന് പോലും പറയാൻ ഉദ്ദേശിക്കുന്ന മുതിർന്നവർ നിലയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല സുഹൃത്തം ഈ നിലച്ചു പോകുന്ന മനുഷ്യരെ കണ്ടിട്ട് ചലിക്കാൻ പ്രേരിപ്പിക്കാനാണ്. 1. 2, നിങ്ങളെല്ലാം സ്വീകരിക്കും. ഈ അക്സെപ്റ്റായി ഗംഗയെ തന്നെ നോക്കുമ്പോൾ നമുക്കറിയാം, ഇങ്ങനെ പൂക്കൾ ഒഴുക്കി വിടുന്നുണ്ട്, ചിരാതുകൾ ഒഴുകി പോകുന്നുണ്ട്, ചിലയിടങ്ങളിൽ ഇങ്ങനെ കുംഭങ്ങളിൽ പാഴൊഴുക്കി വിടുന്നുണ്ട്. ഇതേപോലെ തന്നെ ഈ മാലിന്യങ്ങളിൽ സ്വീകരിക്കുന്നുണ്ട്. 2, ജീവിതം നിങ്ങളുടെ ഓരങ്ങളിൽ നിങ്ങളിലേക്ക് നിക്ഷേപിക്കുന്ന എല്ലാം ഉദീനമായിട്ട് സ്വീകരിക്കാൻ പറ്റുകയാണ്. 2ാമത്തെ സന്തോഷം. ഈ അക്സെപ്റ്റായി വലിയ വേദപുസ്തകമാണ് ബൈബിൾ എന്ന് പറയുന്നത്.
അതിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ തട്ടിയെടുക്കാൻ ആവശ്യപ്പെട്ടപ്പോഴൊക്കെ ഞാൻ തട്ടിയെടുത്ത ഒറ്റ വാക്കായിരുന്നു ലൂക്കായുടെ സുവിശേഷം 10:8. അതാണത്, വിളമ്പിൽ ഭക്ഷിക്കുക. Eat what is set. ഇതൊക്കെയാണ് ഓരോരുത്തരുടെയും മേശയിൽ വിളമ്പ് കിട്ടുന്ന പെടുത്തുമല്ലേ. എന്ത് വിളമ്പ് കിട്ടിയാലും അത് സ്വീകരിക്കാൻ മനസ്സിൽ പഠിപ്പിക്കാറ്. രണ്ടതാണ്, ഈ അവിചാരിത അനുഭവങ്ങളെ കുലീനമായിട്ട് സ്വീകരിക്കാൻ പറ്റുള്ളൂ. പിരിയക്കോണിയാണെന്നുള്ള ജീവിതമാണ്. ഓരോ വളവിൽ എന്താണെന്ന് പെടുത്തില്ല. എല്ലാത്തിനെയും നമസ്കരിച്ച് സ്വീകരിക്കാൻ പറ്റുന്നതാണ് രണ്ടാമത്തെ അന്വേഷണം. ഒന്നാമതായിട്ട് നിങ്ങളെല്ലാത്തിനെയും ശുദ്ധീകരിക്കുക. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഞാൻ തിരുവനന്തപുരത്ത് ഒരു ശുചീകരണ തൊഴിലാളി ഈ മാലിന്യങ്ങൾക്കിടയിൽപ്പെട്ട് മരിച്ചു. എന്നത് വല്ലാതെ അലട്ടപ്പെട്ടു. ഇപ്പോഴും മറ്റാരുടെ മാലിന്യങ്ങൾക്ക് വേണ്ടി അതിനകത്ത് കാര്യമായിട്ട് ഒരു ബന്ധമില്ലാത്ത ചില മനുഷ്യർ വലിയ വിലവുണ്ടായിട്ടുണ്ട്. കുട്ടികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ തന്നെ മെറ്റഫറായിട്ട് തന്നെ എടുക്കുന്നത്. പേരൻസിൻ്റെ ഒക്കെ അഴുക്കിന് വില കൊടുത്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളാണ്. അവരുടെ തർക്കങ്ങൾ, അവരുടെ പോരുകൾ, അവരുടെ അവിശ്വകൾ മറ്റു നിലച്ചു പോകുന്ന മനുഷ്യനെയാണ് ഒഴുകിക്കൊണ്ടിരിക്കുക എന്നുള്ള അവസാനം. പക്ഷെ അവരുടെ നിലയിൽ അവരെന്ന് പോലും പറയാൻ ഉദ്ദേശിക്കുന്ന മുതിർന്നവർ നിലയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല സുഹൃത്തം ഈ നിലച്ചു പോകുന്ന മനുഷ്യരെ കണ്ടിട്ട് ചലിക്കാൻ വേണ്ടിയാണ്. ഒന്നതാണ്. രണ്ട്, നിങ്ങളെല്ലാം സ്വീകരിക്കും. ഈ അക്സെപ്റ്റായി ഗംഗയെ തന്നെ നോക്കുമ്പോൾ നമുക്കറിയാം, ഇങ്ങനെ പൂക്കൾ ഒഴുക്കി വിടുന്നുണ്ട്, ചെരാടുകൾ ഒഴുകി പോകുന്നുണ്ട്, ചിലയിടങ്ങളിൽ ഇങ്ങനെ കുംഭങ്ങളിൽ പാഴൊഴുക്കി വിടുന്നുണ്ട്. ഇതേപോലെ തന്നെ ഈ മാലിന്യങ്ങളിൽ സ്വീകരിക്കുന്നുണ്ട്. രണ്ടതാണ്, ജീവിതം നിങ്ങളുടെ ഓരങ്ങളിൽ നിങ്ങളിലേക്ക് നിക്ഷേപിക്കുന്ന എല്ലാം കുലീനമായിട്ട് സ്വീകരിക്കാൻ പറ്റുകയാണ്. രണ്ടാമത്തെ സന്തോഷം. ഈ അക്സെപ്റ്റായി വലിയ വേദപുസ്തകമാണ് ബൈബിൾ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ തട്ടിയെടുക്കാൻ ആവശ്യപ്പെട്ടപ്പോഴൊക്കെ ഞാൻ തട്ടിയെടുത്ത ഒറ്റ വാക്കായിരുന്നു ലൂക്കായുടെ സുവിശേഷം 10:8. അതാണത്, വിളമ്പിൽ ഭക്ഷിക്കുക. Eat what is set. ഇതൊക്കെയാണ് ഓരോരുത്തരുടെയും മേശയിൽ വിളമ്പ് കിട്ടുന്ന പെടുത്തുമല്ലേ. എന്ത് വിളമ്പ് കിട്ടിയാലും അത് സ്വീകരിക്കാൻ മനസ്സിൽ പഠിപ്പിക്കാറ്. രണ്ടതാണ്, ഈ അവിചാരിത അനുഭവങ്ങളെ കുലീനമായിട്ട് സ്വീകരിക്കാൻ പറ്റുള്ളൂ. പിരിയക്കോണിയാണെന്നുള്ള ജീവിതമാണ്. ഓരോ വളവിൽ എന്താണെന്ന് പെടുത്തില്ല. എല്ലാത്തിനെയും നമസ്കരിച്ച് സ്വീകരിക്കാൻ പറ്റുന്നതാണ് രണ്ടാമത്തെ അന്വേഷണം. ഒന്നാമതായിട്ട് നിങ്ങളെല്ലാത്തിനെയും ശുദ്ധീകരിക്കുക. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഞാൻ തിരുവനന്തപുരത്ത് ഒരു ശുചീകരണ തൊഴിലാളി ഈ മാലിന്യങ്ങൾക്കിടയിൽപ്പെട്ട് മരിച്ചു. എന്നത് വല്ലാതെ അലട്ടപ്പെട്ടു. ഇപ്പോഴും മറ്റാരുടെ മാലിന്യങ്ങൾക്ക് വേണ്ടി അതിനകത്ത് കാര്യമായിട്ട് ഒരു ബന്ധമില്ലാത്ത ചില മനുഷ്യർ വലിയ വിലവുണ്ടായിട്ടുണ്ട്. കുട്ടികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ തന്നെ മെറ്റഫറായിട്ട് തന്നെ എടുക്കുന്നത്. പേരൻസിൻ്റെ ഒക്കെ അഴുക്കിന് വില കൊടുത്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളാണ്. അവരുടെ തർക്കങ്ങൾ, അവരുടെ പോരുകൾ, അവരുടെ അവിശ്വകൾ, മറ്റു സമൂഹത്തിൻ്റെ ആനിമേറ്റേഴ്സാണ് ഏറ്റവും വൈകാരിക ശുദ്ധി പ്രവർത്തനം. കാരണം അവരുടെ എല്ലാത്തരം വൈകാരികമായ പരിക്കുകൾക്കും സഫർ ചെയ്യുന്ന ധാരാളമാണ്. ഒന്നുകൊണ്ടാണ് നാടിനെല്ലാത്തിനെയും തണുപ്പിക്കുന്നു. ലിവിച്ചിൽ പ്രോസസ്. അങ്ങനെയൊക്കെ ഒരു ചെറിയ പ്രായത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഞങ്ങൾക്കിടയിൽ ഒരു കോഡ് ഉണ്ടായിരുന്നു. ഫേൺഹില്ലിൽ പോകാൻ തോന്നുന്നു. ഫേൺഹില്ല് ഊട്ടിയിലെ ഒരു ചെറിയ സ്ഥലമാണ്. പക്ഷെ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത അത് വസിച്ചിരുന്ന പാർട്ടിയുടെ മനുഷ്യൻ്റെ പ്രത്യേകത ഗുരുനിത്യാണ്. സദാ പറഞ്ഞിട്ടൊരു ആശ്രമമുണ്ട്. അടുക്കളയിൽ കയറി ഭക്ഷണം ഇഷ്ടമുള്ള നിങ്ങൾക്ക് കഴിക്കാൻ കുറച്ച് മുറികളുണ്ട്. എവിടെയെങ്കിലും ഇങ്ങനെ കുരു പിടിച്ച് കിടക്കാം. എന്തിനാ വന്നെന്ന് ചോദിക്കത്തില്ല, എപ്പോഴാ പോകുമെന്ന് ചോദിക്കത്തില്ല. കാര്യങ്ങളൊക്കെ ഇത്തിരി ഒന്ന് ഡേയ്പെട്ടം ആയിട്ട് കഴിയുമ്പോഴേക്കും അവിടെ നമസ്കരിച്ചിങ്ങനെ മടങ്ങി പോകാം. അപ്പോൾ നേരത്തെ ഈ കവിൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ നോക്കിക്കൊണ്ടാണ് ഒരു വലിയ ചിൽപ്പോസ്. എന്തെങ്കിലുമൊക്കെ വ്യസനം വരുമ്പോൾ
നിങ്ങളൊരു സഹാധ്യാപകന് ഒരു സഹാധ്യാപക കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു. ജിബിചേട്ടനൊക്കെ ഇവിടെ പരാമർശിച്ചുകൊണ്ട് ഇങ്ങനെ എനിക്കത് ധൈര്യമായിട്ട് പറയാൻ പറ്റും. ഇങ്ങനെ സദാ ജിബിചേട്ടനെ കാണാനായിട്ട് വീടിനകത്ത് ഈ അധ്യാപകരുണ്ടായിരുന്നു. കമ്പാഷനേറ്റ് ആയിട്ട് കാര്യങ്ങൾ അഭിമുഖീകരിക്കണം വിചാരിക്കുന്ന ഒരാളായിരുന്നത്. അതിൻ്റെ പേരിൽ പുള്ളിക്ക് സ്ട്രെസ്സും ഉണ്ടായിരുന്നു. ജിബിചേട്ടൻ്റെ മേലുകാരി പറഞ്ഞ കണക്ക് ജിമ്മി ഇയാളുടെ ഇരിക്കുന്നത് ഇയാളുടെ അനുഭവം കാണാൻ വേണ്ടിയല്ല, പ്രസിഡൻസ് പരിശോധിക്കാൻ വേണ്ടി. പരം നടത്തുന്നു കേരളത്തിൽ പോയിട്ടുണ്ട്. നമ്മൾ പോകുന്ന സമയത്തെങ്കിലും അതിങ്ങനെ ഷാലോ പാട്ടാണ്. താഴോട്ട് നോക്കി കഴിഞ്ഞാൽ എല്ലാവരും കാണാം. ഇതേ ഗംഗ ഒഴുകി ഓരോ ദേശങ്ങളിലെ പോയി ഓരോ ദേശങ്ങളിൽ ഓരോരോ പേരാണ് ശിവകാട്ട് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ ഒരു കുപ്പിയിൽ നിന്നാണ് കുപ്പി കുത്തിയാവുന്നത് എന്ന് പഠിക്കാൻ പോകുന്ന ബംഗാൾ ഉൾപ്പെടെയായി. അതുപോലെ ഓരോ ദിവസം കഴിയുമ്പോൾ ജീവിതം കുറച്ച് ഏകാഗ്രമാവട്ടെ, കൺട്രോൾ ചെയ്യട്ടെ. നേരമില്ലെന്ന് എന്നെ തോന്നിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുമ്പിലെ ഓർമ്മ ഈ പറഞ്ഞ ആളെന്നെ. അവിടെ കുറച്ച് നേരമില്ല, നമുക്കിങ്ങനെ തർക്കിക്കാൻ നേരമില്ല. യേശുവിനെ കുറിച്ച് പറയുന്ന സംഭവമുണ്ട്, വീട്ടിലുള്ള ആർത്തി. കാരണം നല്ലൊരു പങ്കും നമ്മുടെ കുഞ്ഞുങ്ങൾ, വീട്ടിലെ കുഞ്ഞുങ്ങളിലും പള്ളിക്കൂടത്തിലെ കുഞ്ഞുങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട നമ്മുടെ എനർജീസത്തെ നോക്കി ആർഗ്യുമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ സദാ തർക്കിക്കൊണ്ട് എങ്ങോട്ടാണ് ഓടുന്നത്? പള്ളിയാണ്. പള്ളിക്കകത്ത് നിന്ന് കുർബാനായിട്ട് ചില പ്രാർത്ഥനകൾ കേട്ടു. കുർബാനയായിട്ട് പ്രാർത്ഥനകളാവാം. എന്ത് ഈ കുർബാന എന്ന് പറയുന്നത് 2000 വർഷം മുമ്പ് അയാൾ മടങ്ങിപ്പോകുന്നതിനേക്കാളും നമുക്ക് ഒരപ്പം എടുത്ത് വെച്ചു. ഇത് പറഞ്ഞു എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്യണം. ആ അപ്പം ആ വെള്ളിയാഴ്ച ഇരുന്നു, ശനിയാഴ്ച ഇരുന്നു, ഞായറാഴ്ച ദിവസം സഞ്ചരിച്ച് പറഞ്ഞു. 2025 ഒരു മാർച്ച് മാസത്തിൽ 11 മണിക്ക് വെള്ളിയാഴ്ച അതിപ്പോഴും ഉണ്ട്. നൈരന്തിക എന്ന് പറയുന്ന സംഭവം ഇഴമുറിയാതിനായി സഞ്ചരിച്ച അത്തരം ചില ഓർമ്മകളൊക്കെ ഇങ്ങനെ ബാക്കോട്ട് നിൽക്കുമ്പോൾ എന്തെങ്കിലും ഭേദപ്പെട്ട ഓർമ്മ നമ്മൾ വെച്ചിട്ട് പോകുന്നത്. നമ്മളെന്ത് വെച്ചിട്ടാണ് പോകുന്നത്? എൻ്റെ പ്രായത്തുള്ളവരൊക്കെ അത്തരം ഒരു കുട്ടിക്കാരെ ഓർക്കുന്നുണ്ടാകും. നമ്മൾ ഒരു സെൻട്രൽ കുട്ടികൾ ഒരുമിച്ചേർത്തിക്കൊണ്ടിരുന്നത് സ്കൂള് കഴിഞ്ഞാറാണ്, കിടപ്പുറത്താണ്. ഞങ്ങൾ ഇത്തിരി കിടക്കുന്നവരാണ്. ഓരോരുത്തരെ കൂട്ടി ഒടുവിൽ എത്തുമ്പോൾ 30 പേരുണ്ടാകും. ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ നേരത്തെ പോകേണ്ടതായിട്ട് വരും. അപ്പം നമുക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ടതില്ലെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി സദാ നമ്മൾ ഇന്ത്യയിൽ എന്തെങ്കിലും വെക്കണം. ഓലക്കയോ അല്ലെങ്കിൽ ഒരു വെള്ളക്കായോ ഒരു കുലച്ചെത്തിയോ ഒക്കെ വെച്ചതിൻ്റെ അർത്ഥം അവിടെ അയാൾ നേരത്തെ ഈ കളിയിൽ തന്നെ എക്സ്റ്റൻഷൻ ചെയ്യും. നേരത്തെ പോയി എന്ത് വെച്ചിട്ടാണ് പോകുന്നത്? കുട്ടികളിൽ നിന്ന് വെച്ചിട്ടാണ് പോകുന്നത്. ഇങ്ങോട്ടാണ് പോകുന്നത്. ഇതുപോലെ ബഷീറിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ സ്കൂളിൽ. ഇങ്ങനെ 2 പ്രാവശ്യം മെൻഷൻ ചെയ്യുകയായിരുന്നു. ജൈവളത്തിലെ റോസാപ്പൂക്കൾ നട്ടുവളർത്തുകയായിരുന്നു. ജൈവളത്തിലെ റോസാപ്പൂക്കൾ നട്ടുവളർത്താനായിട്ടത് ബന്ധുവിടുന്നുണ്ട്. എത്ര മോശപ്പെട്ട സാഹചര്യമാണെങ്കിലും, എത്ര പ്രശ്നം, എത്ര ചെറിയ പിരികാണെങ്കിലും ഈ വാക്കും ഇടവും ചേർത്ത് പിടിച്ച മനുഷ്യരെ നമുക്ക് ഭേദപ്പെടുത്താൻ പറ്റുമോ? നമ്മൾ വിളിക്കുന്ന വാക്കാണ് നിയോഗം. ഓപ്പോസിറ്റ് എന്താണ് എൻ്റെ നിയോഗം? ഗവൺമെൻറ് ടെസ്റ്റിനെ വിളിക്കുന്ന വാക്കാണ്. ക്രിസ്തീയ വൊക്കാബുലറി ദൈവവിളി എന്ന് പറയുന്ന സംഭവം. അത് ദൈവവിളി എന്ന് പറയുന്നത് മീൻ പിടിച്ചിരുന്ന മനുഷ്യരോട് പറയുന്നത് നമുക്ക് മനുഷ്യനെ കഴിക്കാം. മനുഷ്യൻ ശ്രീഭണ്ഡാരത്തിൽ എന്തെങ്കിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന വിളിക്കുന്ന വാക്കാണ് ദൈവവിളി എന്ന് പറയുന്നത്. മനുഷ്യന്റെ ശ്രീഭണ്ഡാരത്തിൽ നമ്മളെന്താ വെച്ചത്? അതാണ് എൻ്റെ ഒരു 5ാമത്തെ. ചേർത്ത് പിടിച്ച മനുഷ്യർക്ക് നിങ്ങൾക്ക് കിട്ടിയതിനേക്കാൾ ഭംഗികളും മനുഷ്യരായിരുന്നു. ആ അർത്ഥത്തിൽ സന്തോഷ് സാറിനെ ഒന്ന് നമസ്കരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊന്നും അധികം കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. നഗാടെന്ന് പോലും വിശേഷിപ്പിക്കാനായിട്ട് ഞാൻ ധൈര്യപ്പെടുകയാണ്. ഒരു ആൾക്ക് ലഭിച്ചൊരു കാലത്തെ
അയാൾ ചെയ്ത ഭാവനയെ കാണുക. ഭാവന ഈ വേദപുസ്തക ഭാഷയിലൊക്കെ ഇങ്ങനെ മാംസം ആയി മാറുന്നതാണ്. വാക്ക് മാംസമാണെന്നൊക്കെ പറഞ്ഞത് വേർഡ് കേൾക്കില്ല, ഭാവന വേണം പറഞ്ഞത്. ഇത് നിങ്ങളെല്ലാവരും കൂടെ നിൽപ്പുണ്ട്. അതിൽ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്. അത് മെയിൻ കണക്കാണ്. ഓരോരുത്തരും അവരുടെ നാലിനും കൂടെ ചേർത്തിട്ട് ഭംഗിയുള്ള ഒരു പരവതാനം ഉണ്ടാക്കിയാണല്ലോ. അഞ്ചതാണ്. 6, നിങ്ങൾ നിങ്ങളുടെ കാലത്തിൻ്റെ ദാഹത്തെ നോക്കുന്നുണ്ടോ? ദാഹത്തിനൊക്കെ ഉള്ളൂ പാഷൻ ഡിസയർ ഫോർ ദ ലോർഡ്. ആ പ്രഭുവിനോടുള്ള സ്നേഹം. കുറച്ചുകൂടി സെക്യുലറായിട്ട് പറയുകയാണെങ്കിൽ അപാരതയോടുള്ള ഇഷ്ടം, ട്രാൻസെൻഡൻസ്. നിങ്ങൾ കണ്ടുമുട്ടുന്നവർക്ക് നിങ്ങൾ ഇവിടെ മാത്രം വാർത്ത തീരുന്ന മനുഷ്യരാണെന്ന് തോന്നലുണ്ടാക്കുന്നത്. നിങ്ങൾ വേറെ ഏതോ ദേശത്തുനിന്ന് വന്ന അതിവിശിഷ്ട അതിഥികളാണെന്ന് തോന്നുന്നത്. കാലവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് 6ാമത്തെ അപാരതയുടെ സ്വാസ്ഥ്യമുള്ള മനുഷ്യൻ. പാട്ട് പോലെ നമ്മൾ കേൾക്കുന്ന അപാരതയുള്ളതുണ്ട്. അല്ലെങ്കിൽ പ്രായോഗിക അർത്ഥത്തിൽ ഭൗതിക അർത്ഥത്തിൽ കാൽക്കാശിന് വിലയില്ലാത്തതാണ് ഈ പറഞ്ഞ പാട്ടെന്ന് പറയുന്നത്. ഇത് നമ്മൾ എന്താണ് ഇപ്പോൾ എൻ്റെ ഒരു കീർത്തനമൊക്കെ കേട്ടേക്കാം. അതൊക്കെ പാടാൻ ശ്രമിക്കുന്നത് എന്താണ്, ഈ വിദ്യയേക്കാൾ പ്രധാനമാണ് നിനക്കുള്ള കീർത്തനം. അതാ പ്രധാനം. 6, നിങ്ങൾ നിങ്ങളുടെ കാലത്തിൻ്റെ ദാഹത്തെ നോക്കുന്നുണ്ട്. വെള്ളം ദാഹം ശമിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള ദാഹം വളർത്താൻ പറയുന്നത്. ചെറിയ ക്ലാസ് അധ്യാപകർക്ക് അറിയാം. ഏതെങ്കിലും കുട്ടി എണീറ്റിട്ട് ടീച്ചറെ വെള്ളം കുടിക്കാൻ പോകുമെന്ന് പറയുമ്പോൾ ഈ താറാക്കുഞ്ഞിനെ കണക്ക് ബാക്കിയുള്ള കുഞ്ഞ് പോയി വരുന്നുണ്ട്. അത്രയും നേരം മറന്നുപോയ ദാഹം ആ ചെറിയ കുട്ടി ഉണർത്തിയത്. പൊടിച്ചെരിയുന്ന മഴയത്ത് ഒരു ഇസ്ലാം ഗുരുവിൻ്റെ കൂടെ പാർക്കുന്ന ഒരു കുട്ടി ഞെട്ടിയിരുന്നു. ഇതവൻ കിടന്ന് കരയാൻ തുടങ്ങി, എനിക്ക് ദാഹിക്കുന്നു. അപ്പോൾ അയാൾ ഒരു മൺകോപ്പയിൽ ഒരു തണുത്തൊരു കോപ്പ വെള്ളം കൊടുത്തു. ഒരിടത്തിൽ കഴിച്ചിട്ട് കുടിച്ചിട്ട് ഇതേ കോപ്പയെ പുറത്തെ മഴയിലേക്ക് ഇറങ്ങി നടന്നു. അതുപോലെ എന്നിട്ട് എനിക്ക് നടക്കുന്നു. അപ്പോൾ ആചാര്യന് ഒരുപാടുണ്ടായി. അയാളിങ്ങനെ ശിരസ് മണ്ണോട് ചേർത്ത് വെച്ച് നമസ്കരിച്ച് ഇങ്ങനെ വിലപിച്ചുള്ള ഒരു കോപ്പർ തണുത്ത ജലത്തിൽ മുന്നിൽ കുത്തിപ്പെയ്യുന്ന മഴയിൽ എൻ്റെ കുഞ്ഞിൻ്റെ ദാഹത്തെ നോക്കുന്നു. ഞാനും അങ്ങനെ ഒരു ദാഹം. അതുകൊണ്ടാണ് ജ്ഞാനസുന്ദരി നമ്മൾ പറയുന്നത് വശീകരിച്ചുകൊണ്ട് പോകുന്നതാണ് ഞാൻ. അതിൽ പെട്ടുപോകുന്ന, അതിൽ പെട്ടുപോകാൻ പ്രേരണയാവുന്ന, അതിൻ്റെ ആക്ടിസ്റ്റ് ആവുന്ന മനുഷ്യനാണ് 6ാമത്. എനിക്ക് അറിയാൻ ഈ പറഞ്ഞ 6 കാര്യങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പാരൻസ് ഉണ്ട്, വിദ്യാലയവുമായിട്ട് ബന്ധപ്പെട്ട ഓരോരോ കാര്യങ്ങളിൽ പങ്കുചേരുന്നവരുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുന്നുള്ള ചെറിയ കാര്യം. ഈ പറഞ്ഞ 300 പേർക്കും ഈ ചെക്ക് ലിസ്റ്റ് വെച്ചുകൊണ്ട് ഒരു നിമിഷം ഒന്ന് കണ്ടുമുട്ടിയിരിക്കാൻ പറ്റുമെങ്കിൽ സംഭവിക്കുന്നത് സന്തോഷമുള്ളൊരു കാര്യമാണ്. നിങ്ങളിപ്പോൾ കൊടുക്കുന്നുണ്ടോ? നിങ്ങളെല്ലാത്തിനെയും തുല്യമായി സ്വീകരിക്കുന്നു. നിങ്ങളെല്ലാത്തിനെയും ശുചീകരിക്കുന്നു. നിങ്ങളുടെ സാന്നിധ്യം നമുക്ക് തണുപ്പ് കിട്ടുന്നു. 5, എങ്ങോട്ടാണ് ഒഴുകുന്നത്? 6, നിങ്ങൾ നിങ്ങളുടെ കാലത്തിന് ദാഹത്തെ നോക്കുന്നുണ്ട്. അനുപാതങ്ങളിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകും. പക്ഷെ ഈ ചെക്ക്ലിസ്റ്റിൻ്റെ അവസ്ഥ ഇങ്ങനെ കെട്ടിട്ടെന്ന് പരീക്ഷാ പേപ്പർ നോക്കുന്നതാണ്, റെസ്പാർട്ട് നോക്കുന്നതാണ് വളരെ വേഗത്തിൽ തീർക്കാവുന്നത്. അങ്ങനെയെങ്കിൽ ആ സന്തോഷത്തിൽ ഈ ദിവസത്തെ ഈ കൊച്ചുവർത്താനം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നിങ്ങളും ഒരു നദിയുടെ പേരിൽ തന്നെ യോറോസ് കണ്ട 2 പദങ്ങളെ അന്തരീക്ഷത്തിലുണ്ട്. ഒന്ന് റെസ്പെക്ട്, റീസ്പെക്ട്. അത് മനുഷ്യൻ 2ാമത്തെ വേണം. അപ്പോൾ നമുക്കറിയാം അവർ കടന്നു വന്നിരിക്കുന്ന കഠിനമായ കാലം, അവർ കടന്നുപോയ ഋതുക്കൾ, അവർ ഇലഞ്ഞുപോയ കവിച്ചത്, അപ്പോൾ പൊടിയുന്ന അവർ അനുകൂലിതരാണ് റെസ്പെക്ട് എന്ന് പറയുന്നത്. 2 പ്ലസ് പള്ളിക്കുളത്തിൻ്റെ തന്നെ ഒരു അനുബന്ധ കൂടാരമാണ് ഈ പറഞ്ഞ കൾച്ചർ ഓഫ് ബസ്സിംഗ്. നമ്മുടെ ഏറ്റവും ഭംഗിയായിട്ടും ഏറ്റവും ജനകീയമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഈർപ്പമുള്ള ഒരു മനുഷ്യൻ നിലയിൽ എങ്ങനെയായിരിക്കും നിങ്ങൾ ഓർമ്മിക്കപ്പെടാൻ പോകുന്നത്? അതിനകത്താണ് നാട്ടിൽ പോലൊരു കൂട്ടുകാരെ ഓർമ്മിച്ചത്. ഗംഗയുടെ മത്സ്യത്തിൽ ഏറ്റവും കൂടുതൽ ഓർമ്മിച്ചത് ആ സ്ത്രീയാണ്.
ഒരാൾ നദിയില്ലെന്ന് അറിയാനായിട്ടുള്ള ചെക്ക് എന്ന് പറഞ്ഞാണ് നമ്മൾ അവസാനിപ്പിച്ചത്. മാഗി പറഞ്ഞത് ശരിയാണ്. ഞാൻ നദിയാണ് സരസ്വതി, ഇനി കാണാതെ ഒഴിപ്പോണം. ഇത്രയും പേർക്ക് ആരെങ്കിലുമൊക്കെ മാഗിയുമായിട്ട് പരിചയമുണ്ടെന്ന് എനിക്കറിയില്ല. എന്നിട്ട് ഇവിടെ നിന്ന് ഞാൻ മാഗിയെക്കുറിച്ച് പറയുമ്പോൾ മാഗി ഈ ചുറ്റിനും വലം ചുറ്റിനും ജലരാശിയായിട്ട് മാറുന്നു. ഇങ്ങനെയൊക്കെയാണ് മനുഷ്യർക്ക് അമരത്തം ലഭിക്കുന്നത്. എങ്ങനെയാണ് വേദോത്സവം അവസാനിക്കുന്നത്? മരിച്ചിട്ട് അവൻ്റെ ചങ്കിലും പിന്നെയും രക്തവും ജലവും ഒഴുകി. മരിച്ചിട്ടും പകവീരാത്ത ആരോ ഒരാൾ ഇങ്ങനെ കുന്തം കൊണ്ട് നെഞ്ചിൽ വിളക്കുന്നു. അടുത്തവരിങ്ങനെയാണ് മരിച്ചിട്ടും അവൻ്റെ ചങ്കിലും പിന്നെയും രക്തവും ജലവും ഒഴുകി. ജലം പൊട്ടി നടത്തുന്ന വാക്കല്ല, റോക്കണ്ണി കുത്തി കഷ്ടപ്പെടും. അങ്ങനെ ഒഴുകുന്നതിൻ്റെ ഓർമ്മയാണ് ഈ പള്ളി പരിസരം. മനുഷ്യനാണ് ഇപ്പോൾ ഒരു വീരത്ത് ഈ പള്ളി വന്ന് കുരിശുകളൊക്കെ നോക്കി നിൽക്കുന്നത്. മരിച്ചിട്ട് വന്ന് പിന്നെയും രക്തവും ജലവും ഒഴുകി. മാഗി എന്ന് പറയുന്ന സ്നേഹിത വെച്ച് നിൽക്കുന്നത് സങ്കല്പമല്ല, എന്നെയും നിങ്ങളെയും കണക്കുള്ള ശരാശരി മനുഷ്യർക്കുള്ള സാധ്യതയാണ്. മറ്റൊരു നദിയുടെ നാമമായിട്ട് നമ്മൾ ഓർമ്മിക്കപ്പെടും. 2 മിനിറ്റുകളിൽ നിൽക്കുന്ന 2 സ്പെയറെയാണ് ബുദ്ധിമുട്ട് രീതിയിൽ നേരെയുള്ള ഇത് സ്റ്റേറ്റായിട്ടുണ്ട്. ഇതൊരു ഫ്രട്ടേണിറ്റിയാണ്. വിദ്യാലയമായിട്ട് വശങ്ങളിരിക്കുന്ന കഴിക്കാത്തതിനാണ് എല്ലാവർക്കും നമ്മളിവിടെ ആദ്യത്തിലും പേരൊന്നും ചോദിച്ചത്. ഒരു സെക്കൻഡ് നമുക്ക് അത്ര ഉദ്ദേശിച്ചിട്ട് പറയുന്നതാണ്. അത് തന്നെ ഞാൻ അയാളുടെ കൈ നമ്മളിലേക്ക് വീട്ടി എന്നുള്ളത് അയാളുടെ ജനറോസിറ്റിയാണ്. എല്ലാ മൂല്യവും കൊടുത്ത് വെറുതെ കൈ കൊടുത്തിരിക്കണം. കൈ കൊടുത്തിരിക്കുമ്പോൾ ഈ കോസ്മിക് ട്രീ എന്ന് പറഞ്ഞൊരു സങ്കല്പം മനസ്സിലൊന്നല്ല. പ്രപഞ്ചവൃക്ഷം തളിർപ്പം, എല്ലാവരും അതിൻ്റെ തളിർപ്പം. വൃക്ഷം അതിൻ്റെ ചില്ലയോടും തളിരിനോടും ചേർന്ന് നിൽക്കുന്ന ജീവരസം കൊണ്ടാണ്, സാപ്പ് കൊണ്ടാണ്. ആ സാപ്പ് എന്താണ് ഇപ്പോൾ നമുക്കിവിടെ കിട്ടും. നമുക്കിടയിൽ കൂടെ ഒരു സാപ്പുണ്ട്, ജീവരസം ഒഴുകുന്നുണ്ട്. അതിനെ ഓർത്ത് നമസ്കരിച്ച് all respect, all blessings. കണ്ടുമുട്ടിയിരിക്കുക. ബുദ്ധിമുട്ടില്ലെങ്കിൽ വലിയ പ്രാർത്ഥന ഒന്ന് വേണമെങ്കിൽ ഒന്ന് എന്നോടൊപ്പം ഏറ്റുവരിക ചിലപ്പോൾ നല്ലതായിരിക്കും. കുറച്ചൊരു കോർഡിനേഷൻ ഉണ്ടാകും. കണ്ണുകൂട്ടി കൈ പിടിച്ച് വലിയ പ്രാർത്ഥന ലഭിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെയാണ് ഒരുമിച്ച് മറ്റൊരു നദിയുടെ നാമമായി താങ്കളും ഓർമ്മിക്കപ്പെടും. ഒഴുകാനും സ്വീകരിക്കാനും തണുപ്പിക്കാനും ശുദ്ധി നിലനിർത്താനും ദാഹമർത്താനും ഒടുവിൽ ആ ദയാസിന്ധുവിൽ അലിഞ്ഞു പോകാനും അവിടുന്ന് നമ്മളിരുവരെയും സഹായിക്കും. നാമമായി താങ്കളും ഓർമ്മിക്കപ്പെടും. നമ്മളൊരിക്കലും വിദ്വേഷിക്കാനില്ല. ശാന്തി ശാന്തി ശാന്തി. കാര്യം കൂടിയുണ്ട്. ആരാണ് നമ്മൾ കൈകോർത്ത് പിടിച്ചത്? അവർ നമുക്കൊന്ന് ഹഗ് ചെയ്യാം, നെനീറ്റിട്ട്.
താങ്ക് യു സോ മച്ച്. അപ്പം തിരിച്ച് ഇങ്ങോട്ട് ഈ മൊമെൻറ്റോയുടെ കാലമായി പുസ്തകങ്ങളിൽ. അപ്പോൾ ഞാൻ അവരോട് പറയാൻ ഇന്ന് ഒരു മൊമെൻറ്റോ കൊണ്ടുവന്നിട്ടുണ്ട്. 3 പേർക്കൂടെ ഒന്നല്ല, 3 പേർക്കും പ്രത്യേകമാണ്. അതുകൂടെ കൊടുക്കണമെന്ന് അച്ഛനോട് വിളിക്കുന്നു. ഹൃദയത്തിൽ നിന്നൊരു വാക്ക്. നന്ദി. യാത്രാമംഗൾ ആഘോഷവേളകളിൽ പാടിവരുന്ന ഒരു നാടൻ പാട്ടിനെയും നാട്ടുപാട്ടിനെയും സ്നേഹിക്കുന്ന നിങ്ങൾക്ക് മുമ്പിൽ അതിന്റെ തനിമ ഒട്ടും ചോർന്നു പോകാതെ ഞങ്ങൾ ഇത് അവതരിപ്പിക്കുന്നു. ഞങ്ങൾ ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ ചെണ്ട, കൈമണി. മാറി തൂകി അഭിഷിക്തനാക്കി നീ എന്നെ സ്വർഗീയ സംഗീത സേവകനാക്കി അഭിഷിക്തനാക്കി നീ എന്നെ അഭിഷിക്തനാക്കി നീ എന്നെ ആത്മീയവരമാരി തൂകി അഭിഷിക്തനാക്കി നീ എന്നെ സ്വർഗീയ സംഗീത സേവകനാക്കി അഭിഷിക്തനാക്കി നീ എന്നെ അഭിഷിക്തനാക്കി നീ എന്നെ അഭിഷിക്തനാക്കി എന്നെ സ്വർഗീയ സംഗീത സേവകനാക്കി അഭിഷിക്തനാക്കി നീ എന്നെ അഭിഷിക്തനാക്കി നീ എന്നെ ആത്മീയവരമാരി തൂകി അഭിഷിക്തനാക്കി നീ സ്വർഗീയ സംഗീത സേവകനാക്കി അഭിഷിക്തനാക്കി നീ എന്നെ അഭിഷിക്തനാക്കി നീ എന്നെ
മോചനവും ആത്മീയപരമാരി തൂകി അഭിഷിക്തനാക്കി എന്നെ സ്വർഗീയ സംഗീത സേവകനാക്കി അഭിഷിക്തനാക്കി എന്നെ അഭിഷിക്തനാക്കി നീ എന്നെ ആത്മീയപരമാരി തൂകി അഭിഷിക്തനാക്കി എന്നെ സ്വർഗീയ സംഗീത സേവകനാക്കി അഭിഷിക്തനാക്കി നീ എന്നെ അഭിഷിക്തനാക്കി നീ എന്നെ യതിക നിഗദിതം വിശ്വനാഥ ക്ഷമേദഃ സ്തോത്രം ചൈതസഹസ്രോത്തരമധികതരം ത്വത്പ്രസായ ഭൂയാ നാരായണീയം പ്രതിഷു ജനുഷാസ്തുത്യതാ വർണ്ണനീയം സ്ഫീതം ലീലാവതാരൈതമിഹ കുരുമാം ആയുരാരോഗ്യ സൗഖ്യം ആയുരാരോഗ്യ സൗഖ്യം. എത്തുമെന്നുള്ള ദൃഢനിശ്ചയം എടുത്തുകൊണ്ട് തന്നെയാണ് പറഞ്ഞ അന്ന് മുതൽ ഇന്ന് വരെ നിന്നിട്ടുള്ളത്. എന്തായാലും സമാദരം 2025 തലവടി ഉപജില്ലയുടെ ഈ ഔപചാരികമായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ഫാദർ ജോബി ജോസ് കട്ടിക്കാട് അവർ, ഈ ചടങ്ങിന് അധ്യക്ഷത വഹിച്ച ഇവിടുത്തെ അച്ഛൻ ഫിലിപ്പോ സാറ്, പിന്നെ ഇവിടുന്ന് തൊട്ടടുത്ത സെൻറ് അലോഷ്യസിലെ പച്ച സ്കൂളിലെ പ്രിൻസിപ്പൽ തുടങ്ങി ഈ അവസരത്തിൽ ഇവിടുന്ന് റിട്ടയർ ചെയ്യുന്ന പ്രധാനാധ്യാപകർ, മറ്റ് സ്കൂളുകളിലെ പ്രധാനാധ്യാപകരെ, സുഹൃത്തുക്കളെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, കുട്ടികളെ, ഒരു ധന്യമായ മുഹൂർത്തം. ഞാൻ ജോബി അച്ഛൻ്റെ വാക്കുകൾ ഇങ്ങനെ ആവോളം ഉൾക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് നമ്മുടെ സമൂഹം എങ്ങനെ പോകുന്നു, എങ്ങോട്ട് പോകുന്നു എന്നതിലൊക്കെ തന്നെ ഒരുപാട് നേർസാക്ഷ്യങ്ങൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ അതുമായി ബന്ധപ്പെടേണ്ടത്, എങ്ങനെയാണ് ചിന്തിക്കേണ്ടത് എന്നൊക്കെ തന്നെ വളരെ സസൂക്ഷ്മം പഠിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഓരോ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങൾ തരണം ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള അവസ്ഥയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഗവൺമെൻറ് ധാരാളം അതിനേക്ക് അതിജീവിക്കുന്നതിന് ഗവൺമെൻറ് ധാരാളം പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. മദ്യവും മയക്കുമരുന്നും തുടങ്ങി ഇന്ന് സമൂഹത്തെ മുഴുവൻ ത്രസിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിപത്തിനെ നമുക്ക് ഇല്ലായ്മ ചെയ്യണമെങ്കിൽ ആദ്യം കുടുംബം നന്നാവണം എന്ന് തന്നെയാണ് ആദ്യമായിട്ട് പറയാൻ. കുടുംബത്തിൽ നിന്ന് തന്നെയാണ് എല്ലാവിധ നമ്മുടെയൊക്കെ വളർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. നെല്ല് വേവിക്കുന്നതും തുടങ്ങിയുള്ള ആ നാടൻ അവസ്ഥ എന്തായിരുന്നു എന്ന് അന്നത്തെ കുട്ടികൾ കൃത്യമായി കണ്ട് മനസ്സിലാക്കിയിരുന്നു. ഹിമമഴയായി വരൂ ഹൃദയം എല്ലാ വിജയികൾക്കും ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.